വിസിറ്റ് വിസ നിയമം സംബന്ധിച്ച അജ്ഞത ദുബൈയിലേക്ക് വരുന്ന യാത്രക്കാർക്ക് തിരിച്ചടിയാകുന്നു എന്നതാണ് യുഎഇയിൽ നിന്നുള്ള പ്രധാന വാർത്ത. 6 മലയാളി വിദ്യാർത്ഥികൾക്ക് വിദ്യാഭ്യാസ മികവിനുള്ള ഹംദാൻ അവാർഡ് സമ്മാനിച്ചു എന്ന വാർത്തയും അവിടെ നിന്നുണ്ട്. നിർമ്മിത സാങ്കേതിക വിദ്യയിൽ തൊഴിൽ വിപണി വലിയ തോതിലുള്ള മാറ്റങ്ങൾക്ക് വിധേയമാകുന്ന ഒരു കാലഘട്ടമാണിത്. അതുകൊണ്ട് തന്നെ അക്കാര്യം തിരിച്ചറിഞ്ഞുകൊണ്ട് പരമാവധി പേരെ ഈ മേഖലയിൽ പരിശീലിപ്പിച്ചെടുക്കുക എന്ന ഒരു വലിയ ലക്ഷ്യം കൂടി ഏറ്റെടുത്തിരിക്കുകയാണ് ദുബൈ കിരീടാവകാശി ഷെയ്ഖ് ഹംദാൻ പ്രഖ്യാപിച്ചിരിക്കുന്ന AI പ്രോംപ്റ്റ് എഞ്ചിനീയറിംഗ് പദ്ധതി, പരിശീലന പദ്ധതി ഈ നിലയ്ക്ക് വലിയ ഒരു വിപ്ലവത്തിനായിരിക്കും ഒരുപക്ഷെ തുടക്കം കുറിക്കാൻ പോകുന്നത്. ഒരുപക്ഷെ ലോകത്ത് തന്നെ അത് ആദ്യമായിട്ടാണ് ഇത്രയേറെ വിപുലമായിട്ടുള്ള ഒരു പദ്ധതി പ്രഖ്യാപിക്കുന്നത് എന്ന പ്രത്യേകത കൂടിയുണ്ട്. 10 ലക്ഷം പേർക്ക് അടുത്ത 3 വർഷത്തിനുള്ളിൽ ഈ പരിശീലനം നൽകുകയാണ്. AI പ്രോംപ്റ്റ് എഞ്ചിനീയറിംഗിൽ പരിശീലനം നൽകുക എന്ന ഒരു വലിയ ലക്ഷ്യമാണ് ഈ പദ്ധതി ഉൾക്കൊള്ളുന്നത്. നമുക്കറിയാൻ സാധിക്കുന്നത് പോലെ തൊഴിൽ വിപണിയിലേക്ക് ഈ AI സാങ്കേതികത വലിയ തോതിൽ സ്വാധീനം പടർത്തുന്ന ഒരു കാലമാണ് ഇനി വരാൻ പോകുന്നത്. ഇക്കാര്യം തിരിച്ച് അറിഞ്ഞുകൊണ്ടാണ് നിർമ്മിത ബുദ്ധിക്ക് വേണ്ടി നേരത്തെ തന്നെ നിരവധി പദ്ധതികൾ ആവിഷ്കരിച്ചിരിക്കുന്ന ദുബൈ ഭരണകൂടം കുറെ കൂടി ശക്തമായിട്ട് തന്നെ ഇതിൽ മുന്നോട്ട് പോകാനുള്ള ഒരു തീരുമാനം കൈക്കൊണ്ടിരിക്കുന്നു. 10 ലക്ഷം പേരെ ഈ 3 വർഷത്തിനുള്ളിൽ പരിശീലിപ്പിച്ചെടുക്കുക എന്ന ഏറ്റവും വലിയൊരു ദൗത്യം കൂടിയാണ് ദുബൈ ഏറ്റെടുത്തിരിക്കുന്നത്. UAE-ക്കുള്ളിലും പുറത്തും ഈ പദ്ധതിയോടുള്ള വലിയ താല്പര്യം കൂടിയാണ് ആളുകൾ പ്രകടിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. എല്ലാ മേഖലകളിലേക്കും പ്രത്യേകിച്ച് നിർമ്മിത ബുദ്ധി വ്യാപിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ തീർച്ചയായിട്ടും തൊഴിൽ വിപണിയിൽ അത് സൃഷ്ടിക്കുന്ന അനുകൂലമായിട്ടുള്ള ഫലങ്ങളെക്കുറിച്ച് നേരത്തെ തന്നെ വിലയിരുത്തൽ വന്നിട്ടുണ്ട്. കാരണം പല മേഖലകളിലേക്കും ഈ AI സാങ്കേതികത പിടിമുറുക്കുമെന്ന വളരെ കൃത്യമായിട്ടുള്ള വിലയിരുത്തൽ വന്നൊരു സാഹചര്യത്തിൽ ആ തൊഴിൽ വിപണിയുടെ സാധ്യതകൾ മുൻകൂട്ടി കണ്ടുകൊണ്ട് തന്നെയാണ് ദുബൈ ഇത്തരമൊരു വലിയ പദ്ധതി AI പ്രോംപ്റ്റ് എഞ്ചിനീയറിംഗിൽ ഇത്ര പേർക്ക് 10 ലക്ഷം പേർക്ക് പരിശീലനം നൽകാനുള്ളൊരു പദ്ധതി ആവിഷ്കരിച്ചിരിക്കുന്നതും നടപ്പാക്കാനുള്ള നിശ്ചയദാർഢ്യം കലർന്ന തീരുമാനം അറിയിച്ചിരിക്കുന്നതും. അതോടൊപ്പം തന്നെ ദുബൈയെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ നഗരത്തിൻ്റെ സൗന്ദര്യം വർദ്ധിപ്പിക്കുന്നതോടൊപ്പം തന്നെ ഊർജ്ജ ലഭ്യത അല്ലെങ്കിൽ ഊർജ്ജത്തിൻ്റെ അമിതമായിട്ടുള്ള ഉപഭോഗം കുറയ്ക്കാനുള്ള കർശനമായിട്ടുള്ള നടപടികൾ ദുബൈ നേരത്തെ മുതൽ തന്നെ ആവിഷ്കരിച്ച് വരുന്നുണ്ട്. ഷെയ്ഖ് റാഷിദ് സ്ട്രീറ്റിൽ ഏതാണ്ട് 100 കണക്കിന് LED ബൾബുകൾ സ്ഥാപിച്ചുകൊണ്ടാണ് ഈ ഒരു പ്രക്രിയയെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഊർജ്ജത്തിൻ്റെ ഉപഭോഗം പരമാവധി കുറയ്ക്കുകയും കൂടുതൽ തെളിഞ്ഞ പ്രകാശം വരുത്തിക്കൊണ്ട് നഗരത്തിൻ്റെ രാത്രികാല സൗന്ദര്യം കുറെ കൂടി മെച്ചപ്പെടുത്തുക എന്ന ബഹുമുഖ ലക്ഷ്യങ്ങൾ കൂടിയാണ് ഈ വൈദ്യുതീകരണ സംവിധാനത്തിലൂടെ ദുബൈ ലക്ഷ്യമിടുന്നത്. പല റോഡുകളിലേക്കും LED വിളക്കുകൾ വ്യാപിപ്പിക്കാനുള്ളൊരു പദ്ധതി കൂടി ഇതിൻ്റെ ഭാഗമായിട്ട് RTA തീരുമാനിച്ചിട്ടുണ്ട്. അത് നടപ്പാക്കാനുള്ള നീക്കങ്ങൾ തന്നെയാണ് പുരോഗമിക്കുന്നത്. മറ്റൊരു വേറിട്ട ഒരു വാർത്ത എന്ന് തന്നെ പറയാൻ പറ്റും. നടൻ രജനീകാന്തിന് ഗോൾഡൻ വിസ ലഭിച്ചതാണ്. അബുദാബി ഭരണകൂടമാണ് തമിഴ്നാട്ടിലെ മാത്രമല്ല ഇന്ത്യയിലെ തന്നെ ഏറ്റവും മുൻനിര ഏറ്റവും കഴിവ് തെളിയിച്ച ഒരു നടൻ എന്ന നിലയ്ക്ക് രജനീകാന്തിന് 10 വർഷത്തെ ദൈർഘ്യമുള്ള ഗോൾഡൻ വിസ നൽകിയിരിക്കുന്നത്. MA യൂസഫ് അലിയുടെ സാന്നിധ്യത്തിലായിരുന്നു ഈ വിസ രജനീകാന്തിന് കൈമാറിയത്. ഇതാദ്യമായിട്ട് അബുദാബിയിൽ എത്തിയ രജനീകാന്തിന് ഗോൾഡൻ വിസ കൂടി നൽകിക്കൊണ്ടാണ് ഇവിടെ നിന്ന് അദ്ദേഹത്തെ യാത്ര അയച്ചിരിക്കുന്നത്. ഇന്നലെ തന്നെ ദുബൈയുടെ റിപ്പോർട്ട് വന്ന പ്രകാരം കഴിഞ്ഞ വർഷം ഏതാണ്ട് 1.58 ലക്ഷം ഗോൾഡൻ 1.58 ലക്ഷം ഗോൾഡൻ വിസകളായിരുന്നു ദുബൈ നൽകിയത്. വലിയ തോതിലുള്ള സ്വീകാര്യത ഗോൾഡൻ വിസയ്ക്ക് ലഭിച്ച ഒരു സാഹചര്യത്തിൽ ഈ നടപ്പ് വർഷത്തിൽ ഒരുപക്ഷെ MC നാസറാണ് ദുബൈയിൽ നിന്നുള്ള വാർത്തകളുടെ വിശദമായ വിവരങ്ങൾ പങ്കുവച്ചത്.